അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം നമുക്ക് വായിക്കാം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷഫലവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലവും യഹോവയായ ദൈവം നിലത്തു നിന്ന് മുളപ്പിച്ചു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നുവാൻ ദൈവം മനുഷ്യനെ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം ഒഴികെ സകല വൃക്ഷഫലവും എന്ന് അർത്ഥം. ആ സകല വൃക്ഷഫലത്തിൽ ജീവവൃക്ഷഫലവും ദൈവം ഉൾപ്പെടുത്തിയിരുന്നു. തോട്ടത്തിലെ സകല വൃക്ഷഫലങ്ങളും കാണുവാൻ ഭംഗിയുള്ളതായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ സാത്താൻ ഹവ്വായോട് പറഞ്ഞത്, നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം തിന്നാൽ നീ മരിക്കുകയില്ല, നിന്റെ കണ്ണ് തുറന്ന് നീ ദൈവത്തെപ്പോലെ ആകും എന്നാണ്. സർപ്പം ഹവ്വായോട് ദൈവത്തെപ്പോലെ ആകും എന്ന് പറയുമ്പോൾ ഹവ്വ ദൈവത്തെപ്പോലെ ഇരുന്ന സമയത്താണ് എന്ന് നാം ഓർക്കണം. സർപ്പം ദൈവത്തെപ്പോലെ ആകും എന്ന് പറഞ്ഞതിനർത്ഥം അവൾ സാത്താനെ പോലെ ആകും എന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം മോർമോൺ സഭ പഠിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ദൈവം ആദാമിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ ആണെന്നാണ്. എന്നൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. മോർമോൺ സഭയിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എഴുതിയ പുസ്തകമായിരുന്നു അത്. അതായത് വീണുപോയ ദൂതനാണ് മോർമോൺ അഥവാ ലേറ്റർ ഡേ സെയിൻറ്റ് എന്ന സഭക്കാരുടെ ദൈവം എന്ന് സാരം. ആ ദൈവത്തെ പോലെയാകുമെന്നാണ് സർപ്പം ഹവ്വായോട് പറഞ്ഞത്. എന്നാൽ ഹവ്വ തെറ്റിദ്ധരിച്ചു. യഹോവയെപ്പോലെയാകുമെന്ന് ചിന്തിച്ചാണ് യഹോവയുടെ കൽപ്പന വിശ്വസിക്കാതെ സർപ്പത്തിൻ്റെ കൽപ്പന അനുസരിച്ചത്. അതുകൊണ്ടാണ് സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മയും ചതിക്കുവാനിട വരാതെ സൂക്ഷിക്കണമെന്ന് തൻ്റെ ലേഖനത്തിൽ പൗലോസ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഹവ്വ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവളുടെ ഭർത്താവും അതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. ആദാം മനഃപൂർവ്വമല്ല, ഹവ്വയാൽ വഞ്ചിക്കപ്പെട്ടതുകൊണ്ടാണ് നിരോധിക്കപ്പെട്ട പഴം തിന്നത്. രണ്ടുപേരെയും ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതിന് കാരണം അവർ പാപം ചെയ്തതിന് ശേഷം ജീവവൃക്ഷഫലം തിന്നാൽ ദൈവത്തിന് മനുഷ്യവർഗത്തിനു വേണ്ടി ഒരു രക്ഷണ്യ പ്രവർത്തനം സാധ്യമാകാതെ പോകുമായിരുന്നു എന്നതിനാലാണ്. സർപ്പം അവരെ കൊണ്ട് ജീവവൃക്ഷഫലം തീറ്റിക്കുവാൻ ഇടയുണ്ടെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞത്. ദൈവം പറഞ്ഞതുപോലെ തന്നെ നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷഫലം തിന്ന മാത്രയിൽ അവർക്ക് ദൈവവുമായുള്ള ബന്ധം മറ്റുപോയി. കാരണം സർപ്പം അവരുടെ ഹൃദയത്തിൽ കടന്നു. ദൈവത്തിൻ്റെ മഹത്വം ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും നീങ്ങിപ്പോയി. എന്നാൽ സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ആദാമ്യ വർഗമായ നമ്മുടെ സകല പാപവും ശാപവും തൻ്റെ മേൽ ചുമന്ന് അവൻ പാപിയും ശാപഗ്രസ്തനുമായി സ്വയം നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. ഇന്ന് നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുവാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക എന്നത് മാത്രമാണ്. കാരണം യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് നാം നിത്യനരകത്തിൽ വീഴാതിരിക്കുവാനാണ്. ആ യാഥാർത്ഥ്യം നാം ഒരിക്കലും മറന്നു പോകരുത്. പാപത്തിൻ്റെ ശമ്പളം അഥവാ ശിക്ഷ മരണമാണ്. പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായി ബന്ധപ്പെടുവാൻ സാധിക്കാത്ത വിധം ദൈവത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു. ഇതിനെയാണ് ബൈബിൾ മരണം എന്ന് പഠിപ്പിക്കുന്നത്. അതായത് ദൈവത്തിൽ നിന്നുള്ള മനുഷ്യൻ്റെ വേർപാടാണത്. നാം നിത്യേന കാണുന്ന ശവപ്പെട്ടിയിൽ കയറുന്ന മരണവും മരണം തന്നെയാണ്. എന്നാൽ ഈ മരണത്തെ ബൈബിൾ പറയുന്നത് നിദ്ര പ്രാപിച്ചു എന്നാണ്.
മനുഷ്യനിൽ നിന്നുള്ള മനുഷ്യന്റെ വേർപാടാണത്. എന്നാൽ ഇങ്ങനെ വേർപെട്ട് മരിച്ചു പോകുന്ന വ്യക്തികളെ കുറിച്ച് ലൂക്കോസ് സുവിശേഷം 20-38 രേഖപ്പെടുത്തിയിരിക്കുന്നത് മരിച്ച എല്ലാ വ്യക്തികളെയും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ദൈവത്തിന് മുൻപിൽ മരിച്ച എല്ലാവരും ജീവിച്ചിരിക്കുന്നുവല്ലോ. അതിക്രമങ്ങളാലും പാപങ്ങളാലും ആത്മാവ് മരിച്ച് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ വ്യക്തിയുടെ ദൈവത്തിൽ നിന്നും വേർപെട്ട ആത്മാവിനെ വീണ്ടും ജീവിച്ച് ദൈവവുമായി വീണ്ടും ബന്ധപ്പെടുവാൻ ഒരു അവസരം ദൈവം യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-25 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇവിടെ മരിച്ചവർ എന്ന വാക്ക് കൂടെ അർത്ഥമാക്കുന്നത് പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നവർ എന്നും, അഥവാ ആത്മീക മരണം സംഭവിച്ചവർ എന്നും, ദൈവപുത്രന്റെ ശബ്ദം എന്നത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നും, കേൾക്കുന്നവർ എന്നാൽ അനുസരിക്കുന്നവർ എന്നുമാണ് അർത്ഥം. യേശുവിൻ്റെ ക്രൂശ് മരണത്തെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്ന വ്യക്തികളുടെ ദൈവവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും മരിച്ച ആത്മാവ് വീണ്ടും ജീവിച്ച് ദൈവവുമായി വീണ്ടും കൂട്ടായ്മയ്ക്ക് ശക്തി പ്രാപിക്കുന്നു. ഇതിനെയാണ് വീണ്ടും ജനനമെന്ന് യേശു പഠിപ്പിച്ചത്. അങ്ങനെ വീണ്ടും ജീവിക്കുന്ന വ്യക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം മുങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. അങ്ങനെ പുതിയ മനുഷ്യനായി തീരുന്ന വ്യക്തിക്ക് ഒരു ശിക്ഷാവിധിയും ഉണ്ടാവുകയില്ല എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8-1 രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ സൃഷ്ടിയായി തീരുന്ന വ്യക്തിക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് മാത്രമല്ല, ദൈവം അവർക്ക് നിത്യജീവൻ ദാനമായി കൊടുക്കുന്നു. നിത്യജീവൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് വിശുദ്ധനായ ദൈവത്തോടുകൂടെ നിത്യമായി ജീവിക്കുവാൻ ദൈവം അവർക്ക് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം കൊടുക്കുന്നു എന്നതാണ്. എന്നാൽ ഇത്ര വലിയ രക്ഷ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി കാൽവരി ക്രൂശിൽ ഒരുക്കിയിട്ടും ക്രൂശിലെ യേശുവിൻ്റെ പാപപരിഹാരയാഗത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിക്കാതെ പാപത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നവർക്ക് പാപത്തിൻ്റെ ശമ്പളമായ മരണം ദൈവം നൽകുമെന്നാണ് റോമർക്ക് എഴുതിയ ലേഖനം 6-23 നാം കേട്ടത്. മരിക്കുന്നതുവരെ മാത്രമേ ഏതു മനുഷ്യനും പാപത്തിൽ രസിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ ഭൂമിയിലെ മരണശേഷം ദൈവം അവർക്ക് യഥാർത്ഥ മരണം അവരുടെ പാപത്തിൻ്റെ ശമ്പളമായി കൊടുക്കും. ആ മരണം അവരുടെ ആത്മാവ് നശിക്കുന്ന മരണമല്ല, പിന്നെയോ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണത്. ഇപ്രകാരം തീ പൊയ്കയിൽ വീഴുന്നവർക്കും നിത്യമായ ജീവനാണ്. ഒരിക്കലും അവരുടെ ആത്മാവ് ഇല്ലാതെയാകുന്നില്ല. എന്നാൽ ദൈവത്തിൽ നിന്നും അവർ എന്നേക്കുമായി വേർപെട്ടു പോകുന്നു. ആകയാൽ ആ മരണത്തെ നിത്യമരണം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ആർക്കും ഒരു അവസരവും രക്ഷപ്പെടുവാൻ ദൈവം ഒരുക്കിയിട്ടില്ല എന്ന് സാരം. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മനസാന്തരപ്പെട്ട ഒരു ദൈവകുഞ്ഞാണോ എന്നെ കേൾക്കുന്നത്? ഓർക്കുക, സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ നമ്മെ ചതിക്കുവാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. വളരെ സൂക്ഷ്മതയോടെ വചനം വായിച്ചും ഇനി ഏതെങ്കിലും വചനങ്ങൾ അനുസരിക്കാൻ ഉണ്ടെങ്കിൽ അതും കൂടി അനുസരിച്ചും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നാം ഉത്സാഹിക്കണം. മാനസാന്തരപ്പെട്ട് സ്നാനം മുങ്ങാത്ത ഏതെങ്കിലും ദൈവമക്കളാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ എത്രയും വേഗം ബൈബിൾ വായിക്കുകയും ദൈവാത്മാവ് അനുസരിക്കുവാനായി പറയുന്ന കാര്യങ്ങൾ എത്രയും വേഗം അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കലും ഗന്ധകം കത്തുന്ന തീപ്പൊയിൽ വീഴാതിരിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അപ്രകാരം വീഴാതിരിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കോപത്തീയിൽ വെന്തെരിഞ്ഞത് എന്ന് നാം ഓർക്കണം. അവൻ മരിച്ചുയർത്തെഴുന്നേറ്റതിനാൽ നമുക്കവൻ നിത്യജീവൻ വാഗ്ദാനം തന്നിരിക്കുന്നു. ലോകം മുഴുവൻ നേടുകയും ഒടുക്കം ഒരു ലോകത്തെക്കാൾ വിലയുള്ള നമ്മുടെ ആത്മാവ് നിത്യനരകത്തിൽ വീഴുകയും ചെയ്യാതിരിക്കുവാൻ സ്വന്തം പ്രാണനേക്കാൾ ഉപരി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന നമ്മുടെ പ്രാണനാഥനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് നമുക്ക് പിൻപറ്റാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന നിത്യജീവൻ ലഭ്യമാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ
അടിയനെയും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. ഞങ്ങളെ നിത്യനരകത്തിലായി തീരുവാനിടവരാതെ സൂക്ഷ്മതയോടെ അങ്ങയുടെ വചനം പ്രമാണിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പീഡ അനുഭവിക്കുന്ന സകല ജനത്തിനും അങ്ങ് ആശ്വാസം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.